പൂജ ചെയ്താൽ മാറാവുന്നേ ഉള്ളൂ. നമുക്ക് തിങ്കളാഴ്ച തന്നെ ചെയ്യാം. ഞാൻ വിളിക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ. ഇതെടുക്കണേ ചേച്ചി. അയ്യോ വേണ്ട വേണ്ട, അത് പൂജേന്റെ സാധനങ്ങളാണ്. ഞാനിവിടെ ചന്തപ്പുരയില്. ചന്തപ്പുരയിലാ? എന്നാ മോളെ എനിക്കൊരു ഉപകാരം ചെയ്യാം. എന്തിന്? മോളിലൊരു അമ്മ താമസമുണ്ട്, നടക്കാനൊന്നും പറ്റൂല. അവരെനിക്ക് സാധനം മേടിക്കാൻ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. മോളൊന്ന് ഇവിടെ എത്തിക്കോ. എന്നാ ശരി, ഞാൻ ലിസ്റ്റ് എടുത്തിട്ട് വരാം. മോളെ എത്രയാ മോളെ? 30. ഓൺലി 30. വീട് ഒരുത്തനുണ്ടായിനി, ഓനിപ്പോ കാറിലേക്ക് മാറി. അതുകൊണ്ടാ. അപ്പൊ പൈസയോ? ഏയ് പൈസ ഒന്നും വേണ്ട. അപ്പുറത്തെ സൂപ്പർ മാർക്കറ്റിൽ അമ്മക്ക് അക്കൗണ്ട് അവിടെ ലിസ്റ്റ് കൊടുത്താ മതി. ചേച്ചി പാലത്തിന്റെ അടുത്ത് ബ്ലോക്ക് ഉണ്ടാ? അവിടെ ബ്ലോക്കാണ്. ഇതിപ്പൊ വേണ? തിരക്കൊന്നുമില്ലാന്ന്. നാളെ ഓട്ടോ പോകുമ്പോ ഇവിടെ ഇറക്കി തന്നാ മതി. നിങ്ങളെ പേരെന്നാ? എന്റെ പേര് കുഞ്ഞമ്പു. ലിസ്റ്റിന്റെ അടിയില് എന്റെ നമ്പർ ഉണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചോ. ഞാൻ വിളിക്കാം. ഇനി രാവിലെ വേറെ പണിയൊന്നുമില്ല. അതുണ്ടല്ല, ഈ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നില്ലല്ലോ. അല്ല, ഓട്ടോറിക്ഷക്കാർക്ക് എന്തിനാ ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിലല്ലേ അത് ഇടാണ്ട് എനിക്ക് തിരിക്കാൻ പറ്റൂ. ഓ, ഒരു 10 മിനിറ്റ്. ഇപ്പൊ ശരി. സുധിയേട്ടാ, ഇവനെ ഏറടിച്ച് നിങ്ങളെ ടയർ മിക്കവാറും പൊട്ടിക്കോട്ടാ. ഇതെന്റെ ടയറാ. അന്റെ അല്ലടാ, അതെനിക്ക് ആവശ്യമുള്ള. ഓ തന്നോളാം. അതെ, നമ്മക്കൊരു ആരോഗ്യ കഞ്ഞി കുടിച്ചിട്ട് വന്നാലോ. ഈ മാസിലേലും ഇങ്ങ് പുറത്തേക്ക് വരട്ടല്ല. അത് സൂപ്പർ. എന്താ നിങ്ങളെ സിനിമ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, നിങ്ങൾ നായകനായിട്ട് വേണം എനിക്ക് നിങ്ങളെ നായികയായിട്ടൊന്ന് അഭിനയിക്കാൻ. സുധിയേട്ടാ ഒന്ന് നോക്കിയേ, എങ്ങനെയുണ്ട് നായകനും നായികനും? നന്നായിട്ടുണ്ട്. വടക്ക് നോക്കിയ യന്ത്രം സെക്കൻഡ് പാർട്ട്. ഏട്ടാ എന്തേ നിങ്ങളൊന്നും കഴിക്കില്ല? നല്ല ചോദ്യം. നമ്മൾ കുടിച്ച പൈസ എങ്ങനെ നമുക്ക് കിട്ടും? നമ്മളില്ലെങ്കിലേ ഓരോ കഞ്ഞൊടി മുട്ടും. ഒറ്റക്കെട്ട കഞ്ഞിയും കളരി. അതെ, നമുക്ക് അതിനകത്തൊന്ന് കഴിക്കാലോ. എന്തിന്? ഇതൊക്കെ തട്ടിപ്പാന്ന്. കാരാട്ടയാണ് ബെസ്റ്റ്. അതിലെന്താന്നറിയില്ല, ഒരു റുക്കണ്ടല്ലേ കൂടക്കപ്പ. அண்ணே நீங்க கிணத்துல வந்ததுக்கு காரணம் அந்த பொண்ணு தான். அந்த பொண்ணா? மூதேவி. ഇനി പൈസ കൊടുക്കൂലേ? ആരാ? നമസ്കാരം. നമസ്കാരം. ഞങ്ങളുടെ കഞ്ഞുടിക്കാൻ വന്ന അപ്പൊ ഒന്ന് കാണാൻ. ഓ ആയിക്കോട്ടെ. അല്ല, ഇവിടെ കഥകളി എടുപ്പിക്കുക. കഥകൾ? കളരി ഏതാ സ്റ്റൈല്? തെക്കനാ വടക്കനാ? കണ്ടാ മനസ്സിലാവോ രണ്ടും? അല്ല, ഞാൻ കരാട്ടയാ. ഇത് പഠിക്കണമെങ്കിൽ എപ്പോ മുതലാ പഠിക്കണ്ടേ? 7-8 വയസ്സിൽ പഠിക്കുന്നതാ നല്ലത്. ആ പ്രായത്തിൽ നല്ല മെയ്വഴക്കം ഉണ്ടാവും. പിന്നെ മനസ്സുണ്ടെങ്കിൽ ആർക്കും ഏത് പ്രായത്തിലും പഠിക്കാം. ഇനി മോള് പോയി പ്രാക്ടീസ് ചെയ്തോ. അടുത്താളോ ജാനി. നമ്പറില്ലല്ലോ. കട്ട കണ്ട കട്ട അത് പോരാ. ഇത് കാരാട്ടാണ്, കാരാട്ട. ഒന്നങ്ങോട്ട് മാറി. ഇത് എന്തൊരു സോഫ്റ്റ് ആണ്. പഞ്ഞിക്കെട്ട് പോലെ ഉണ്ടല്ലോ. നമുക്ക് ശരിയാക്കാം. നിങ്ങൾക്ക് കരാട്ട പഠിച്ചൂടെ? ഇനി മേലാൽ അനുവാദമല്ലാണ്ട് ഒരാളെ മേത്ത് തൊടരുത്. ഞാൻ തൊടൂല. ചെയ്തോ. അതെ, ഇതൊന്ന് തുറക്കുവാ. ഒന്ന് ടമ്പർ ചെക്ക് ചെയ്താ എന്നൊന്ന് അയച്ചു വിടാൻ പറ പ്ലീസ്. അനി പാട്ട് വെക്കുവന്ന്? അതെ, ഒന്നും വിചാരിക്കല്ല. ഒരു കാര്യം തന്നെ സ്വീകരിക്കോ? ഇത് എന്താണ് വിശേഷം? ഒന്നുമില്ലപ്പാ, നമ്മള് ജോർജറ്റിനെ പേടിയാന്ന്. മോരുമേളം കുടിച്ചപ്പോ ചില്ലറില്ലാത്തോണ്ടെന്ന്. ഇതിപ്പോ പായസം പോലെ ആയല്ല. അതിന് ഭയങ്കര ചൂടല്ലപ്പാ. കഴിക്കണേ. ശരി. ഇന്ന് മുട്ട നനക്കില്ലേ? എടാ, അത് 3000 കാറ്റ് പുല്ലുമണ്ടി
ഓന്റെ വണ്ടിയാടി ഉണ്ടല്ലോ വീട്ടിലെന്തെല്ലാം ആവശ്യമുണ്ടപ്പാ? ഓള് ഭയങ്കര ദേഷ്യത്തിനാണ്. നല്ലൊരു കുടുംബത്തോണ്ട് പെണ്ണിന്റെ അവസ്ഥ കൊളക്കുന്നവർ തന്നെ ഉണ്ടാവും. എന്തൊരു കഷ്ടല്ലേ. എനിക്ക് വേറെ ഭാര്യയുണ്ടാ? രമേശ ചന്ദ്രേട്ടനുണ്ടായിനേടാ? ഇല്ലപ്പാ. ഉറപ്പന്നെയാ? ഉറപ്പാ? ഉറപ്പന്നെയല്ലേ? ആന്ന്. കൊണ്ടുപ്പാ കളിച്ചാൽ ചോന്ത അടിക്കുക, നയിച്ചു വെച്ചോളും വലിയ. ആ കണ്ണന്റെ അവസ്ഥ ഇങ്ങനെയല്ലേ ഉണ്ടായിനി? ഓനീന കാട്ടിയപ്പറപ്പ രണ്ടുമില്ലേ ഓന്? വെള്ളടിയില്ലേ? രണ്ടുണ്ടായിരുന്നു. ചീട്ടടി ഉണ്ട്. അല്ല ഓനെപ്പോ വരുവാ? അത് നാസറോട് ചോദിച്ചാ പോരെ? എടാ നാസറേ. നാസറേ. എപ്പോ വരുവാ? 12 12. നല്ല സന്തോഷം ഉണ്ടല്ലോ. രണ്ടാളും നല്ല വെള്ളടിയായിരുന്നല്ലോ. ഗൾഫ് പോയോണ്ട് രക്ഷപ്പെട്ടു. അതന്നെ. ഈ കൂരിപ്പിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ കണ്ട നേരം. യോ എന്റെ മോളെ, ഞാനിപ്പോ നിന്നെ വിചാരിച്ചേലു. നീ എവിടെ പോയി? ഫ്ലൈറ്റ് ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ലഗേജ് വരാൻ വേണ്ടിട്ട് കുറച്ച് സമയം എടുക്കും എന്തായാലും. അല്ല ഫ്ലൈറ്റ് ഓഫ് ആയിട്ടുണ്ടോ? എയർടെ അല്ലേ? അതെ കുപ്പിയിടൂലേ? കിട്ടൂലേന്നാ ഓനാണ് സ്കോച്ച് വാങ്ങിയിട്ടുണ്ടോ? എനിക്ക് ഒറ്റ വിചാരേ ഉള്ളൂ. നമ്മളെ കണ്ണല്ലത്. പിന്നെ അങ്ങ് അറ്റത്താ. അങ്ങോട്ട് ഓർഡർ എടുക്കേണ്ടി എത്ര ഞാൻ മെലിഞ്ഞു പോയല്ലോടാ. അതിന്റെ താടി പോയോണ്ട് തോന്നിയ ഓന്നൂടി ചെറുപ്പായതല്ലേ, ചുള്ളലായി. വാ വെട്ടിലെടുത്തിട്ട് വരാം. എന്താ എന്താണ് വേറെ എടുക്ക ഒന്നുമില്ലടാ. എന്താ ആകെ ഭാഗ്യം മാത്രമേ ഉള്ളൂ. എന്താണ് പറയടാ. എന്താ പ്രശ്നം? പറ. എല്ലാം പോയത് കാര്യം പറ. പറവീ അവരെന്നെ പറ്റിക്കലേനോടാ. പോട്ടെ, സാരമില്ല, കരണ്ട. ദേഷ്യവും ഇല്ല, ജോലിയും ഇല്ല. അല്ല മോനാ, ആ സന്നട്ടോ കണ്ണനെത്തിയാ? ആ കണ്ണനെത്തിയിട്ടുണ്ട്. ആ പക്ഷെ അതല്ല, കയ്യിൽ 10 പൈസ ഇല്ലാണ്ടാവും വന്നിനി. എന്താ കാര്യം? വിസക്കൊന്നും ഒരു പ്രശ്നം, പണിയൊന്നും അവിടെ ശരിയായിട്ടല്ലോ. ആടുന്ന ആൾക്കാരെല്ലാം കൂടി കയറ്റി വിട്ടതാ. കണ്ണൻ നിങ്ങളെ കൂടി ഉണ്ട് ഇപ്പൊ? ആ ഓനടി ഉണ്ട്. അതല്ല ശാന്തട്ട പ്രശ്നം. ഓനിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എങ്ങനെയാ വീട്ടിലേക്ക് പറഞ്ഞേക്കുവാ? ഓന്റെ ഭാര്യ മക്കളവിടെ കാത്തിരിക്കുന്നുണ്ടാവില്ലേ? അല്ല ശാന്തട്ടാ, നമ്മൾ ആശാസ്മാരക ഫണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് പറ്റില്ല. ആശാൻ ഫണ്ട് എടുക്കാൻ പറ്റില്ല. അത് എല്ലാവരും ഉള്ളതല്ലേ, അത് പറ്റില്ല, അത് പറ്റില്ല. അല്ല പിന്നെ നേല് ഞാനും അതായി ആലോചിക്കുന്നു. നമ്മളെയാണെങ്കിൽ വേറെ പൈസയും ഇല്ല. അപ്പൊ പിന്നെ എന്താ ഇപ്പൊ ചെയ്യല്? അത് വിട്ട ഓനാ, നീ പറഞ്ഞതിലും ഒരു കാര്യമുണ്ട്. നമ്മളിൽ ഒരാൾ പട്ടിണി എടുക്കുമ്പോ ഓനല്ലേ പൈസക്ക് ആവശ്യം. കാര്യം ഇതാണ് 5 മിനിറ്റ് കൊണ്ട് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എത്ര നാളെ നമ്മള് കണ്ടിട്ട്. നീ എവിടെയാ? എന്താ ഒരു വിവരമില്ലായിരുന്നല്ലോ. പറയാനാണെങ്കിൽ കുറെ ഉണ്ടടി, പക്ഷെ അതൊന്നും പെട്ടെന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. ആകെ പോട്ടെ. അന്നപ്പ എന്താ ഞാൻ വിളിക്കണ്ടേ? ഹസീനാണോ അനിതാന്നാണോ? ഹസീനയായിട്ട് എനിക്കിടെ ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അനിതയായിട്ട് ഈ വേഷത്തിൽ ഞാൻ ഇറങ്ങടി. എടി കുടിച്ചിട്ട് പോ മോളെ. അതിന്റെ സൗണ്ട് കുറയ്ക്ക്. ഇനി എപ്പോഴാ കാണാ? ഞായറാഴ്ച പൊതുവെ ഞാൻ ഓട്ടം പോവാറില്ല. നീ വിളിക്ക്. ശരി ശരി. റുബീന, എന്നോട് കണ്ട കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട.
പറ്റില്ല സോറി എടുത്തേക്ക് പോണ്ടേ ട്രഷറിയിലേക്കാണ് മോളെ. ആടല്ലേ കേറിക്കോ, ഞാൻ ആക്കി തരാം. പെൻഷൻ ദിവസമായിട്ടോ ഭയങ്കര തിരക്കുള്ള നടക്കുന്നു. കൂടെ എന്തായാലും കൂട്ടായി നീ കൊടയോ കൊടയെടുത്ത എവിടെയെങ്കിലും വെച്ച് മറക്കും. ആരെങ്കിലും ഒപ്പരം കൂട്ടായിരുന്നു. വീട്ടിലെന്താ ആരും ഇല്ലേ? എല്ലാവർക്കും തിരക്കല്ലേ. $290. എത്ര പേര് വിളിച്ചത്? ഞാനല്ല വിളിക്കുന്നത്. ചേച്ചിന്റെ ടോക്കൺ എത്ര? 288. പേരെന്താണ്? വിലാസിനി. സാറേ ടോക്കൺ തന്നെ. സാറേ ടോക്കൺ 250 ആടി ഉണ്ടല്ലോ. ഞാൻ വിളിച്ചതാ, അയാള് പറയാനിട്ടില്ലേ. ഷോ പാവങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലപ്പാ. കേട്ടാ വരാണ്ടിരിക്കുവാ. എനിക്ക് അവനെ ഉറക്ക വിളിച്ച ശബ്ദമൊന്നും കളയാൻ പറ്റൂല. എനിക്ക് എത്രയൊക്കെ പറ്റൂ. ഒരു പ്രായമായവരല്ലേ, കുറച്ച് ഒച്ചത്ത് പറഞ്ഞൂടെ? നിങ്ങൾക്കും പ്രായമല്ല, മുട്ടി പഞ്ഞാലും വെച്ച് കിടക്കാനില്ലേ? എന്താ മനുഷ്യന് കേൾക്കാനാണെങ്കിൽ കുറച്ച് ഒച്ചത്തി പറയും. ആ അതെന്നാ ഞാനും പറയുന്നത്. മനുഷ്യന്മാർക്ക് കേൾക്കാനില്ലാണെങ്കിലേ കുറച്ച് ഉറക്കെ പറയാന്. 287. 287. ഉത്തരം. ഒരു ദിവസം നിങ്ങൾ ഇരിക്കൂട്ടാടി ഇങ്ങനെ പൊട്ടനായിട്ട്. സമയം എത്രയായി? 10:30. ആ ഇതൊരു മണിക്കൂർ പാസ്റ്റാ. 9 ആയിട്ടുള്ളൂ. തിരക്കൂട്ടല്ലപ്പാ. കേറുന്നങ്ങട്ട് മാറി ആളറിഞ്ഞാണ്ടെന്ന് ബസ്സിൽ കയറി കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? നിങ്ങൾ നേരത്തെ വണ്ടി വിട്ടാലേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ചേച്ചി ഓട്ടം പോവാ? പോലെ എവിടെ പോണ്ടേ? ചേച്ചി അപ്പുറം ജംഗ്ഷൻ ഒരാൾ കയറാണ്ട്, അത് കഴിഞ്ഞിട്ട് പറയാം. സമയം തീരെ ശരിയില്ല. ചേച്ചി അത് ആടെ നിൽക്കുന്ന ചെക്കനില്ലേ? ഓറഞ്ച് ടീഷർട്ട് ഇട്ടിട്ടില്ലേ? പോവാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകുന്നതാണ് അതിന്റെ ഏറ്റവും രസമുള്ളൊരു കാര്യം. എന്ത് പറയണു? എന്റെ പേര് നീത. കേട്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM. റെഡ് ഓൺ ഡിമാൻഡ് ആണ്. ഇപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളുടെ അങ്ങനെയൊന്നുമില്ല ചേച്ചി, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനാ. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും കറങ്ങിയാൽ മതി. എനക്കെന്താ ബുദ്ധിമുട്ട്? ചങ്ങായിമാർക്ക് തന്നെ ആവട്ടെ അടുത്ത പാട്ട്. പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായി. നമ്മളെ സിറ്റുവേഷന് പറ്റിയ പാട്ടല്ലേ? അത് പിന്നെ കഷ്ടമുണ്ട് കേട്ടോ, നമ്മള് പാവങ്ങളല്ലേ ചേച്ചി. ടാക്സിയിൽ ഇപ്പൊ പോവാൻ കഴിയല്ലേ ചേച്ചി? കൂളിംഗ് എല്ലാം എടുത്ത് മാറ്റിയില്ലേ? പുറത്തുനിന്ന് വർത്താനം പറയാന്ന് വെച്ചാല് സദാചാര കമ്പനിക്കാരുണ്ടോ, റൂം എടുക്കാന്ന് വെച്ചാല് പോലീസിന്റെ റെയ്ഡും ഒടുക്കത്തെ റെന്റും. നമ്മ പാവം പ്രേമിക്കുന്നവർക്ക് ഈ ഓട്ടയല്ലേ ഉള്ളൂ ചേച്ചി, അല്ലേ? സോറി ചേച്ചി, ആയിക്കോട്ടെ പ്ലീസ്. കുഞ്ഞുമോട്ടാ ലിസ്റ്റ് എടുത്തരാ. മോളെ വണ്ടി എടുത്തിട്ടില്ലേ? അടിയുണ്ട്, ആളുണ്ട്. വെയിറ്റിംഗിലാ? തിരക്കൂട്ടണ്ട.
എത്ര വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ലാത്തവരാ. നമ്മളെ വീൽ ചെയർ എന്ന് പറയുന്നത് സുഖം തന്നെയാ. എന്ത് സുഖം മോളെ, പണം എത്ര ഉണ്ടായിട്ട് എന്നാ വേണ്ട? വീൽ ചെയറിലല്ലേ പാവം. ആയ കാലത്ത് കണ്ടമാനം പൈസ ഉണ്ടാക്കിയോണ്ട് ദൈവം കുറച്ച് റെസ്റ്റ് കൊടുത്തായിരിക്കും. അങ്ങനെയാണെങ്കിലേ ആ അമ്മേരെ മക്കള് അമേരിക്കയിൽ പോയിട്ടുണ്ടാക്കുന്ന പൈസ കണ്ടാല് അവർക്ക് വീൽ ചെയർ ഒന്നും മതിയാവില്ലല്ലോ. വലിയ സ്കെച്ചറിന് വേണ്ടിയല്ല ആ സ്കെച്ചർ, അത്രയും വലിയ പൈസയിൽ ഉണ്ടാക്കുന്നു. ആ അമ്മേ, ആ തന്ന ലിസ്റ്റ് കൊടുക്കട്ടാ. വേറെ എന്തെങ്കിലും വേണോ? ഒരു പായസ പാക്കറ്റ് കൂടി കൊണ്ടുതരുവോ? എനിക്ക് വല്ലാണ്ട് പായസം കുടിക്കാൻ. പായസം കുടിക്കാൻ തോന്നുന്നു പാവം, അതും കൂടെ വാങ്ങിക്കോ. ഓ ശരി, എന്നാ പോയിക്കോ. ആളില്ലേ വണ്ടിയില്? അയ്യോ അത് സാരമില്ല, അത് രണ്ട് ലവേഴ്സാ. അവരതിന് വേറെ സെറ്റപ്പിന് എന്തിനോ കയറിയതാ. അതിന് നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അത് ശരിയാണല്ലോ, ഞാനെന്തിനാ ഇപ്പൊ കാണിക്കുന്നത്? ഇതെന്താ ഇത്? ചേച്ചി ഷാള് ചെറുതായി നങ്ങിനി ആറാനിട്ടതാ. ഞാൻ ക്ലാസ്സിലാ, ഞാൻ പിന്നെ വിളിക്കാം. വെള്ളം വേണ? വേണ്ട, പൈപ്പല്ലേ കുടിച്ചേ. ഇപ്പൊ കാണിച്ചു തരാട്ടാ. എത്ര? 100 റുപ്യ. 100 റുപ്യ? ആ, റൂം റെന്റ് അല്ലേ? കൊണ്ടേ തിന്ന് വരുന്ന് കഷ്ടമുണ്ട് ചേച്ചി. നിങ്ങക്ക് കാമുക ശാപം കിട്ടും, നോക്കിക്കോ. ഇതെല്ലാം അടുത്തേക്ക് അയക്കുന്നേ. ഇതാ, ഇതെല്ലാം ബാംഗ്ലൂരിലേക്ക്. അപ്പൊ നിങ്ങൾ ഇന്ന് ബാംഗ്ലൂരേക്ക് പോവാ? ഇല്ലില്ല, ഞാനിതെല്ലാം ഇവിടുന്ന് കയറ്റേക്കുന്നു മാത്രം. എന്നിട്ട് ഇത് ആടെ എത്തിയിട്ട് ആടെ എന്റെ പാർട്ട്ണർ ഇടുന്ന് പറഞ്ഞില്ലേ? ഓ, അപ്പൊ ഓരിങ്ങോട്ടൊന്നും വരലില്ലേ? ഓൻ 2 ദിവസം വന്നിനി, ഇന്നലെ പോയിട്ടേ ഉള്ളൂ. അത് കഷ്ടനല്ല. എനക്ക് ഓരോന്ന് പരിചയപ്പെടണമെന്നല്ല ഉണ്ടായി. അതെന്തിനി? അല്ല, എന്തെങ്കിലും ആവശ്യം വന്നാലാ. എന്തെങ്കിലും വരാലാ. നിനക്കെന്താ ആവശ്യം വരാനാ? എടേ അത് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ. നിന്റെ ഒരു പോതി. രാമേട്ടാ, എന്താ നോക്കറ പിള്ളേർ നടക്കുന്ന ഒന്നിച്ചിട്ട് ആ ചെക്കന്റെ അധ്വാനത്തിന്റെ ഫലം. പിള്ളേർ കയറ്റുന്നില്ലല്ലോ. 8 റുപ്യ മോനെ ഒന്ന് പെട്ടെന്ന് കേറാ. പോവാം. ഞാൻ കണ്ടിനീട്ടാ. എന്താ റിവേഴ്സിൽ വന്ന് എത്തി നോക്കിട്ടേ. ആടെ ഓട്ടം വന്ന് കറക്റ്റ് പൈസ വാങ്ങി പോയിക്കൂടെ? പിന്നെ ഇതിനാണെന്ന് തിരിഞ്ഞളിക്കുന്നത്. ഇന്ന് മുട്ടായില്ലേ? മിഠായി ഒന്നുമല്ല. എന്താ ഇന്നാ പൂടിയൊന്ന് കറക്റ്റ് ചില്ലറ ഇട്ടീനാ? ലാന്ന് പറഞ്ഞില്ല, അത്ര തന്നെ. ഓ ചോടിക്കല്ലപ്പാ, ഒരു പഴയ ബിസിനസ് എല്ലാം പോലെ കഥ പറയുന്നുണ്ടായി. മിഠായി താന്ന് വീഡിയോ കോൾ ഉണ്ടായി.
കഴിഞ്ഞെന്ന് സെക്രട്ടറി പറഞ്ഞു. മക്കള് വരില്ലെന്ന് കൺഫേം ആയോ? ബ്രാഹ്മണന്മാരെ അടക്കം പോലെ അടക്കം ചെയ്യാൻ പറഞ്ഞു. പൈസ എത്ര വേണമെങ്കിലും അയച്ചു തരാമെന്നും പറഞ്ഞു. പിന്നെ ഇവിടെ ആരും പൈസ എടുക്കല്ലേ, മക്കളാത്രേ. ആ ചിതാഭസ്മം കൂടി ആ വീഡിയോയിൽ എടുത്ത് അയച്ചു കൊടുക്കും. അതെ അതെ നമുക്ക് അതെ, ഈ ബോഡി കൊണ്ടുപോകാൻ പ്ലാൻ ഒന്നുമില്ല. നീ കാണുന്നില്ലേ? വേണ്ട. ശ്യാമേട്ടാ, ഓ ഈ ഡയറിയുടെ വെക്കുന്നുണ്ടേ? ആ ആടെ വെച്ചേ. പിന്നെ ആ നമ്പ്യാര് വീട് 2 ആഴ്ചയായിട്ട് പൂട്ടി കിടക്കുന്നല്ല, ഓരോന്ന് വിളിച്ചു നോക്കണേങ്ങ. ഓറ് ദുബായിലാ, അടുത്ത ആഴ്ചയെ വരൂ. ആ അപ്പൊ നിങ്ങൾക്കത് അറിയുന്നുണ്ടായിനല്ലേ? അല്ല, എന്നെ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞു നീ. അപ്പൊ ഞാൻ പോട്ടാ. ഓ ഓ ആ ഈന്റെ ഡ്രൈവർ എടുത്തു. ഹലോ, ഡ്രൈവറില്ലാണ്ട് ഈ എടുത്തേക്കാണ്. എന്റെ അമ്മാടേക്ക് വരമേ, നീ കാത്തു. നീ ഇറക്ക് ചന്ദ്ര, നീ ചീട്ട് ഇറക്ക്. അടുത്ത രണ്ടും ഞാൻ അടിക്കണം. എല്ലാ കളിയിലും ഇനി ഇതന്നെയല്ലേ അയ്യോ ഡേവിസേട്ടാ, ഞാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. തുടങ്ങിയല്ല ഇവരുന്നു. എന്താണത്? വീടെന്നും പ്രശ്നമാണെന്ന്. അതെയാ, എന്തോ കാര്യമായിട്ടുണ്ട്. ഡീറ്റെയിൽ നമുക്ക് പാരാവും. അളിയാ, നമ്മുടെ പടത്തിലുള്ള ആ ഒരു മൂന്നാമത്തെ സോങ് ഇല്ലേ, അതിൽ ഇതേപോലത്തെ ഒരു ഒച്ചയും ബഹളമൊക്കെ വെച്ച് നമുക്ക് പ്ലേസ് ചെയ്തല്ലോ. അതേ ഒരു മൂഡിലല്ലോ. ഓക്കെ കേട്ടോ, ചായ കൊണ്ട് എടുത്തോ. അപ്പൊ നീ ഇത് സിനിമ എടുത്താ? ഇതൊക്കെ കിട്ടാനൊക്കെ നമ്മളോട് വന്നിട്ടില്ല തന്നെ. ഹലോ എടാ, ഇവിടെ ഒരു ജാഥ നടക്കുന്നുണ്ടേ. എന്താന്നറിയില്ല, കണ്ണൂരല്ലേ, പറയാൻ പറ്റില്ലല്ലോ. നീ കുപ്പി അടിക്കാനുള്ള ഏർപ്പാടാക്കിക്കോ. അയ്യോ, ചെറുപയറില്ലല്ലോ സാർ. പുറത്ത് കുറച്ച് ഓട്ടോറിക്ഷക്കാർ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും ഇങ്ങനെയാണ്. പൊതി ഓർക്കുമ്പോഴേക്കും പ്രശ്നക്കാരെത്തും. ഇന്നാണെങ്കിൽ ചെറുപയറും ഇല്ല. കടലക്കറിയെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. വാ നോക്കാം. ഇവരൊക്കെ എന്താ ഇവിടെ? സാർ ഇവര് സ്റ്റാൻഡില് തമ്മിലടി സാർ. ഈ സ്റ്റാൻഡും ആ സ്റ്റാൻഡും തമ്മിലടി. ഇവര് തമ്മില്? ആ, ഭയങ്കര അടി. എന്താ പ്രശ്നം എന്താണ്? സാർ, ഞാൻ ചന്തപ്പുരം ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. ഞാൻ ടൗണിലേക്ക് ഓട്ടോറിക്ഷ എടുത്തിട്ട് പോകുന്നതാണ്. അപ്പൊ ഇവരെ ഞാൻ അടക്കണ്ടോ? അപ്പൊ ഇച്ചക്കൻ അച്ചക്കനെ തച്ച്, അച്ചക്കൻ ഇച്ചക്കനെ തച്ച്, മറ്റേ ചക്കൻ ഇച്ചക്കനെ തച്ച്, അച്ചക്കൻ പറഞ്ഞ് ഇച്ചക്കൻ തച്ച്, ഇച്ചക്കൻ പറഞ്ഞ് മറ്റേ ചക്കൻ തച്ച്. അവസാനം ആടുന്ന ഒരു ഓട്ടോറിക്ഷ പോറ്റുമ്പോൾ ഞാൻ എന്റെ ഓട്ടോറിക്ഷ എടുത്തിട്ട് ആടെ വെച്ചു. അപ്പൊ ഇവരെല്ലാം കൂട്ടിയാണ് തച്ചു. സാർ, എന്റെ വീട്ടിൽ നോക്കി സാർ, ഫുൾ മാന്തിയിട്ടെല്ലാം. എന്താണോ ഈ പറയണത്? എനിക്കൊന്നും സാർ, സംഗതി അങ്ങല്ലാണ്ടായിരുന്നു. സംഗതി എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറയാം. ആ ചക്കൻ ഈ ചക്കൻ തല്ലു കൊടുന്നു. അപ്പൊ ആ ചക്കൻ പറഞ്ഞു ഈ ചക്കൻ അയച്ചു ചെയ്യുന്നു, ഈ ചക്കൻ പറഞ്ഞു ആ ചക്കൻ അയച്ചു ചെയ്യുന്നു. അപ്പൊ തച്ചക്കൻ വേറെ ചക്കനാണ്. അപ്പൊ കണ്ടിരിക്കുന്ന ചക്കന്മാർ പറഞ്ഞു ഈ ചക്കനോ ആ ചക്കനോ അല്ല, വേറെ ചക്കൻ അയച്ചു ചെയ്യുന്നു. അതിന്റെ കാന്തി ഇവൻ കയറി. അപ്പൊ ഈ ചക്കന്മാരെ കൂടിയിട്ട് ഇവനെ തച്ചു സാർ. ഇതാണ് ആ സംഗതി അടി ഉണ്ടായി. വേറൊരു സംഗതി അടി ഉണ്ടായില്ല സാർ. എന്താണോ ഈ പറയണത്? ഇതതിലും വലുത്. ആരാ തല്ലിയെന്നാ ഈ പറയണത്? സാർ, ഈ ചക്കൻ എന്നെ തച്ചു സാർ. ഇതാ നോക്കുക. എന്നിട്ട് നീ തിരിച്ചടിച്ചില്ലേ? ഇല്ല, തച്ചിട്ടാ. അത് മോശമാണ്. തിരിച്ചു കൊല്ലണം. പിന്നെ അത് തിരിച്ചടിക്കേണ്ട കേസല്ലേ. നീ ഒരു കാര്യം ചെയ്യ, തിരിച്ചടിക്കൂ. അല്ല സാർ, തല്ലിക്കോടാ. നാണിക്കണ്ട, അടിച്ചോ, തല്ലിക്കോ. എടാ, തച്ചിക്കോടാ. ഒന്ന് ഫോളോ കണ്ട് നോക്കി.